കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ നമുക്കൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ എപ്പോഴും പറയും കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്ന് പറയുന്നത് പോലെ ഖദറിനുള്ളിലെ ഒരു കലാഹൃദയമാണ് നമ്മുടെ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിലുള്ളത്. മറ്റാരുമല്ല, കരുനാഗപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA CR മഹേഷാണ് നമുക്കൊപ്പം ഉള്ളത്. മഹേഷ് ചേട്ടാ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം 1.5 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്തിന്റെ മണ്ണിലേക്ക് കലോത്സവം എത്തി. ഇന്ന് 2ാം ദിനമാണ്. അപ്പോൾ എന്താണ് ഒരു MLA എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? കലാകാരനോട് ഞാൻ വീണ്ടും ചോദിക്കാം. കൊല്ലത്തെ ആളുകൾ ഈ കലാമേള ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു എന്നാണ് പറയാൻ കഴിയുന്നത്. എല്ലാ കാലത്തും കലയെ സ്നേഹിച്ചിട്ടുള്ള, നാടകത്തെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജില്ലയാണ് കൊല്ലം. നാടകത്തിൻ്റെ കേന്ദ്രം തന്നെ കൊല്ലമാണ്. ഇപ്പം ഇന്ന് കലോത്സവത്തിൽ വേദികളിൽ പ്രധാനപ്പെട്ട 2 മത്സരങ്ങൾ, ഒന്ന് നാടകവും 2 ചെണ്ടയുമാണ്. ഈ നാടകവും ചെണ്ടയും പറയുമ്പോഴത്തേക്കും മഹേഷിയുടെ ലൈഫുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന 2 എണ്ണമാണ് നാടകവും ചെണ്ടയും. അപ്പം ഈ നാടകം ഒരു കലാകുടുംബമാണ്, നാടക പാരമ്പര്യമുള്ള കുടുംബമാണ് മഹേഷിയുടെ. അപ്പോൾ നാടകം ഇന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട് വിവിധ വേദികളിലായിട്ട്. കാണാൻ പോകുന്നുണ്ട്? തീർച്ചയായിട്ടും നാടകം കാണാനായിട്ടാണ്, നാടക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് വന്നത്. പറഞ്ഞ പോലെ നാടകം എൻ്റെ രക്തത്തിലുള്ളതാണ്. ജ്യേഷ്ഠൻ CR മനോജ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അച്ഛൻ നാടകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും ഞാനൊരു നാടകം കണ്ടു, മിനിഞ്ഞാന്ന് ഞാനൊരു പ്രൊഫഷണൽ നാടകം കണ്ടു. അപ്പോൾ നാടകം ഇവിടെ ഉണ്ടെങ്കിലും പോയി കാണും. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരുപാട് നാടക പ്രതിഭകളെ സമ്മാനിച്ചിട്ടുള്ളത് കലോത്സവ വേദികളിലാണ്. മലയാളത്തിലെ ഇന്നത്തെ അറിയപ്പെടുന്ന കൊല്ലത്ത് വരുമ്പോഴത്തേക്കും അതിന്റെ പ്രാധാന്യം കൂടും. കാരണം ഏറ്റവും കൂടുതൽ നാടക കലാകാരന്മാരെ സമ്മാനിച്ച ഒരു മണ്ണ് ഇവിടെ അൻസാർ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ലോഡ്ജ് ആയിരുന്നു മലയാളത്തിലെ പ്രൊഫഷണൽ നാടക പ്രവർത്തകരുടെ ഒരു കേന്ദ്രം തന്നെ. ഈ പുലർച്ചെ നാടക വണ്ടികളും നാടക കലാകാരന്മാരും കൊണ്ട് ഈ പട്ടണം നിറയുമായിരുന്നു. അപ്പോൾ അത്രയേറെ ഒരുപാട് മരണപ്പെട്ടു പോയ, ജീവിച്ചിരിക്കുന്ന ഒരുപാട് നാടക പ്രതിഭകൾ ഉള്ള ഒരു പ്രദേശമാണ് കൊല്ലം. അപ്പോൾ ഈ കൊല്ലത്തിന്റെ മണ്ണിൽ ഇന്ന് ഈ നാടകമൊക്കെ അരങ്ങേറുകയാണ്. അപ്പോൾ ഈ നാടകം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ പിന്നെ മഹേഷ് ചേട്ടൻ്റെ പ്രധാന ഐറ്റം ചെണ്ടയാണ്. അപ്പോൾ ചെണ്ടയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ചെണ്ടമേളം കേട്ടേ പറ്റുള്ളൂ. അപ്പോൾ മഹേഷ് ചേട്ടാ, നമുക്കൊരു ചെണ്ടമേളം ആയാലോ? ചെറുതായിട്ട്. ഓക്കെ. അടിപൊളി. അപ്പോൾ മഹേഷേട്ട ഇത് കുഞ്ഞിലെ തൊട്ട് പഠിക്കുന്നുണ്ടോ? കുട്ടിക്കാലത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് സാധിച്ചില്ല. പിന്നെ വലുതായിട്ട് സ്വന്തമായിട്ട് തന്നെ അങ്ങ് നടത്തി, ആഗ്രഹം നടത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ തോന്നുന്നു അരങ്ങേറ്റം നടത്തിയിട്ടല്ലേ? അല്ല, കഴിഞ്ഞ വർഷം പഞ്ചാരി മട്ടന്നൂർ ആശാനുമായി എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പോ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ചെണ്ടമേളം എന്ന് പറയുമ്പോൾ നിരന്തരം എല്ലാ ദിവസവും സാധകം ചെയ്യണമെന്ന് നമുക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. എങ്കിലും കിട്ടുന്ന സമയം നോക്കും. അപ്പൊ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഈ കലയ്ക്ക് എങ്ങനെയാണ് സമയം മാറ്റിവെക്കാൻ പറ്റുന്നത്? നമ്മൾ വിചാരിച്ചാൽ നടക്കും. സമയം നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലേ? സമയം ഇല്ല എന്ന് പറയുന്നത് ഒരു തെറ്റാണല്ലേ? രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മുടെ ഒരു കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് നാടകം, ചെണ്ട. അപ്പൊ അതിന് നമ്മൾ സമയം മാറ്റി വെക്കും. ഇപ്പോൾ മകൻ പഠിക്കുന്നുണ്ട്, വീട്ടിൽ കുറച്ച് കുട്ടികൾ, അയലത്തൊക്കെയുള്ള കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്, ചെണ്ട പഠിക്കുന്നുണ്ട്. ആശാൻ വരുന്നുണ്ട്. എൻ്റെ ആശാൻ കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണനാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ ചേട്ടാ. അപ്പം ഒരുപാട് പേർക്ക് മാതൃക കൂടി ആവട്ടെ ജനപ്രതിനിധികളുടെ നിലയിൽ. ഒരുപാട് ജനപ്രതിനിധികൾ ഇത്തരത്തിൽ കലാകാരന്മാരായിട്ട് കൂടി നമ്മുടെ നാട്ടിൽ വരട്ടെ. ഇപ്രാവശ്യം നമ്മളൊരു നാടക സമിതി വരുന്നുണ്ട്. സാഹിത്യ തിയേറ്റേഴ്സ് പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ നാടകം, മലയാള നാടകം. ഓക്കെ മഹേഷ് ചേട്ടാ, ശരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ MLA CR മഹേഷിന്റെ വിശേഷങ്ങൾ.